ഇന്നേ നമുക്കൊരു വെറൈറ്റി ആയാലോ? ഇപ്പോൾ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ജേർണലിംഗ് ഒക്കെ തുടങ്ങിയിട്ട് വീഡിയോസ് ഇപ്പോൾ എല്ലാ മാസത്തെയും ജേർണലിംഗ് ഒക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ജനുവരിത്തെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ആ മാസത്തെ നമുക്ക് ചെയ്യണമല്ലോ. അപ്പം എന്തായാലും നമുക്കിത് ഫെബ്രുവരിയിൽ അങ്ങോട്ട് ചെയ്യാം. എങ്ങനെ ഒരു കുറച്ച് വെറൈറ്റി ആയില്ലേ? അപ്പോൾ ജേർണലിംഗ് അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ഒരു കൈത്തൊരു സാധനം കാണിച്ചത് നിങ്ങൾ കണ്ടോ? നെയിലിൻ്റെ എങ്ങനെയുണ്ട്? രസമുണ്ട് അല്ലേ? ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനായിട്ട് അപ്ലോഡ് ആക്കിയിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ചൊരു നെയിലിൻ്റെ സെറ്റാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? രസമുണ്ടല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ആക്കിയും. ഇനി എന്തായാലും നമുക്ക് തിരിച്ച് ജേർണലിംഗ് തന്നെ വരാം. പിന്നെ നമ്മൾ ഇങ്ങനെ ജനുവരിയിൽ തന്നെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് എടുത്തതെന്ന് പറഞ്ഞാൽ എക്സാമും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കല്യാണവും പിന്നെ അതല്ലാണ്ട് തന്നെ ഞങ്ങളുടെ സപ്പോർട്ടും കുറഞ്ഞു. ഞാൻ 2 ദിവസം വീഡിയോ അപ്പത്തിനൊക്കെ മടിയും പിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലേ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണെന്ന്. അപ്പോൾ രണ്ടും പാടം കൂടെ ആയപ്പോൾ രണ്ടല്ല കുറേ കാര്യങ്ങളും പാടൊക്കെ ആയപ്പോൾ അങ്ങനെ അങ്ങോട്ട് വെച്ച് പോയതാണ്. പിന്നെ അങ്ങനെ പോയി ജനുവരിയിലത്തെ ജേർണി ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് ഫെബ്രുവരി അങ്ങോട്ടായി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഫെബ്രുവരിയിൽ അങ്ങോട്ട് ജേർണലിങ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഫെബ്രുവരിത്തെ ജേർണലിങ് ഇനി മാർച്ചിലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ നാളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. എങ്ങനെ? അപ്പോൾ എന്തായാലും നമുക്ക് ജനുവരിത്തെ ജേർണലിങ് അങ്ങോട്ട് രസമുണ്ടോ ചെയ്യുന്നത് നിങ്ങളങ്ങോട്ട് നോക്കി. അപ്പം എന്തായാലും ഫെബ്രുവരി ഒക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് സിമ്പിളാക്കാം ജനുവരിത്തെ ജേർണലിങ്. അപ്പോൾ ഞാൻ എന്തായാലും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെറുതെ ഇങ്ങനെ കാലിഗ്രഫി മോഡലിൽ ഇങ്ങനെ ജനുവരിയിൽ നിന്ന് ഇതും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റാർസും അങ്ങനെ അതും സ്റ്റാർസ് തന്നെ ചെയ്തിട്ട് ഒക്കെ നമ്മൾ CD മാർക്കർ വെച്ച് കളർ ചെയ്തിട്ട് ബ്ലാക്ക് കളർ ചെയ്തിട്ട് അതിൽ കൂടെ കുറച്ച് ഒരു ക്രീം കളർ ബ്രഷ് പെൻ ഞാൻ മേടിച്ച ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. ആ ബ്രഷ് പെന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കാണാത്ത കുറച്ച് വീഡിയോസ് ഉണ്ടാവും ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് ഔട്ടിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഔട്ടൊക്കെ ഇങ്ങനെ നിങ്ങളുടെ നെയിംസ് കേൾക്കണം എന്ന് ആഗ്രഹമില്ലവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാനായിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കല്ലേ.